ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യണം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പം എല്ലാ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തട്ടിക്കൂട്ട് ഐറ്റംസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് ഹെൽത്തി ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ജിം അറ്റയറിലാണ്. നമുക്ക് ഡീറ്റോക്സ് ഡ്രിങ്ക് കഴിക്കാം. ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു കുഞ്ഞ് മിനി ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കാം. ആ എനർജിയിൽ വേണം പോയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട്. എന്നാൽ പിന്നെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ അടുക്കള. ഞാൻ വിചാരിച്ചാണ് കേട്ടോ ഇതൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. പക്ഷെ പറ്റിയില്ല, സമയം കിട്ടിയില്ല. എന്തൊരു നല്ല എക്സ്ക്യൂസാണ് അല്ലേ. അപ്പോൾ എന്താണേലും നമുക്ക് നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക്, അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രീ വർക്കൗട്ട് മീല്, പിന്നെ വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് ഒരു പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാവും, സ്നാക്സ് ഉണ്ടാവും. സ്നാക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഞാനത് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്നാക്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കും. സോ സ്നാക്സ് കഴിക്കാം ആൻഡ് ദെൻ ഡിന്നർ. അങ്ങനെ ഇന്നത്തെ ഡേ പോകും. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ ഞാനൊരു 2.5 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കും. അവിടെ ഒരു വലിയൊരു പാത്രം നിറച്ച് വെള്ളം രാവിലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജീരകവെള്ളമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ത്രൂ ഔട്ട് ദ ഡേ ഞാൻ കുടിക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത് 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്, മഗ്ഗാണ്, എന്തോന്നാണ്. അപ്പം ഇതിൽ 1/2 ലിറ്റർ വെള്ളം കുടിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നിട്ടല്ല, അവിടെ പോയി ഇരുന്ന് സമാധാനമായിട്ട് നമുക്ക് ഇരുന്ന് തന്നെ വെള്ളം കുടിക്കണം. നമ്മളെ ഈ കുറച്ചൊന്ന് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ളൊരു മീൽ പ്രിപ്പറേഷനൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ തലേദിവസം നമുക്ക് ചിയാ സീഡൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, പറഞ്ഞ പോലെ ബാദാമൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ഈസി ആക്കും കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഇല്ലേ, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കുന്നില്ല, വീട്ടിലാരും അധികം കഴിക്കുന്നുണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഫ്രൂട്ട്സ് അധികം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു 3-4 ദിവസത്തേക്ക് വേണ്ട ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ നമ്മൾ എണീക്കുന്ന സമയത്ത് ആ ബോക്സ് എടുത്ത് പുറത്ത് വയ്ക്കും. എന്നിട്ടൊരു അതിന് തണുപ്പൊന്ന് മാറി കിട്ടാനായിട്ട്, ഇല്ലെങ്കിൽ എല്ലാവർക്കും തൊണ്ട തന്നെയാണ്. എന്നിട്ടത് ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ കഴിക്കും. അങ്ങനെ ആകുമ്പം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് അത്ര ഹെൽത്തിയാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും അല്ല. പക്ഷേ തീരെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാതിരിക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടാണെങ്കിലും കുറച്ചൊക്കെ കഴിക്കുക. അപ്പോൾ അതെനിക്ക് വർക്കൗട്ട് ആയൊരു കാര്യമാണ്. എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, ഞാനും നന്നായി കഴിക്കുന്നുണ്ട്. സോ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലൊക്കെ കഴിക്കണം എന്നാണ്. അപ്പോൾ വേഗം നമുക്കിത് കുടിച്ചിട്ട് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ എടുക്കാനായിട്ട്. ഇനി നമ്മുടെ പ്രീ വർക്കൗട്ട് മീലാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പ്രീ വർക്കൗട്ട് മീലായിട്ട് എടുക്കുന്നത്, അതായത് എൻ്റെ എപ്പോഴും എനിക്ക് കഴിക്കാൻ കുറച്ച് ഇഷ്ടമുള്ളതുമാണ്, ആപ്പിളും പീനട്ട് ബട്ടറും. ഒരാപ്പിൾ എടുക്കും, പിന്നെ ഒരു 1/2 സ്പൂൺ പീനട്ട് ബട്ടർ എടുക്കും. ഈ പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കലറി വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല, പിൻടോല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പീനട്ട് ബട്ടർ. ഇതിൽ നമ്മൾ എപ്പോഴും ഒരു പീനട്ട് ബട്ടർ ചൂസ് ചെയ്യുമ്പം അതിൽ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും കൂടെ നോക്കുക. എന്ത് സാധനം, പീനട്ട് ബട്ടർ എന്നല്ല, എന്ത് സാധനമാണെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഇതിൽ 100% പീനട്ട് മാത്രമേ ഉള്ളൂ. ചിലതിൽ നമുക്ക് വിത്ത് ഷുഗർ വരും, ഡാർക്ക് ചോക്ലേറ്റ് വരും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വരുന്ന എൻ്റെ അടുത്തുണ്ട്. ഇത് നമ്മുടെ ഹോൾ ട്രൂത്ത് എന്ന് പറയുന്ന ബ്രാൻഡില്ല, ഇതെനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഡാർക്ക് ചോക്ലേറ്റും പീനട്ട് ബട്ടറും. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം, ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല പീനട്ട് ബട്ടർ കേട്ടോ. അപ്പോൾ കുറച്ച് കാലറി ഡെഫിസിറ്റിലൊക്കെ നോക്കുന്ന ഒരാൾക്ക് അറ്റ് ദ സെയിം ടൈം കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണം, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കാണിച്ച്. ബ്രാൻഡൊന്നും നിങ്ങൾ നോക്കണ്ട, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് വാങ്ങാം, അത്രയേ ഉള്ളൂ. ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇപ്പം ഞാൻ രഞ്ജുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് യൂസ് ചെയ്ത് ബ്രെഡും കൂടെ കാണിച്ചു തരാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തി ഓപ്ഷൻസ് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം അതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് പാം ഓയിലോ ആഡഡ് കളേഴ്സോ ഒന്നുമില്ല, നോ മൈദ,
11 ഗ്രെയിൻസ് വരുന്ന ഒരു പ്രോട്ടീൻ സോഴ്സും കൂടി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഓപ്ഷനാണിത്. ഇതിൽ നമുക്ക് കാണാം ഓട്സും അതും ഇതൊക്കെ ആയിട്ട്. ഇതിൽ ഓട്സ് ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, സെസമേ സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്സ്, റാഗി, ജോവർ, ബാജ്ര, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ഓപ്ഷൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അത് കാണിച്ചത്. ഇനി നമുക്ക് ആപ്പിൾ, എനിക്ക് ഒറ്റ ആപ്പിളും കൂടിയേ ബാക്കിയുള്ളൂ. മിക്ക ദിവസവും എൻ്റെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രീ വർക്കൗട്ട് മീൽ ആയതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് മിക്ക ദിവസവും ഉള്ളൊരു ഓപ്ഷൻ കേട്ടോ. നമുക്കിത് കുറച്ച് ഭംഗിയിലൊക്കെ വെക്കാം. എങ്ങനെ വെച്ചാലും കഴിച്ചാൽ മതി. എന്നാലും ഈ പീനട്ട് ബട്ടറിൽ ഇങ്ങനെ ഈ ഓയിൽ എന്താ പറയുക മാറിക്കിടക്കുന്നത് മേലെ വരുന്നത് അതൊരു നോർമൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സ് മാത്രമാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കാണുമ്പോൾ അയ്യോ ഇത്ര ഓയിലാണോ, കടലയിൽ എണ്ണ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് കുറച്ച് മതി, കാരണം ഇത് ഓൾറെഡി സ്പൂണിൽ തന്നെ കുറച്ച് വന്നിട്ടുണ്ട്. ആപ്പിൾ തന്നെ കഴിക്കാതെ കുറച്ചൊരു ഹെൽത്തി ഓപ്ഷനും കൂടിയാണ് പീനട്ട്. അഗെയിൻ പ്രോട്ടീൻ സോഴ്സാണ്. പക്ഷെ അത് നോക്കിയും കണ്ടെടുത്തില്ലെങ്കിൽ കാലറി ഇച്ചിരി ഇൻടേക്ക് കൂടും. കാരണം ഞാൻ ചിലപ്പം വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പം നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ സ്മൂത്തിയാണ് കഴിക്കാറ്. അപ്പോൾ അതിലും ഞാൻ ചിലപ്പോൾ കുറച്ച് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഒരു 1/2 സ്പൂൺ. അതുകൊണ്ടാണ് ഇത്ര പിശിക്ക് ഞാൻ എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ഒന്ന് ട്രൈ നോക്കണേ. നമുക്ക് ഇടയ്ക്ക് ഒരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരത്തില്ലേ, ആ സമയത്താണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ്. ഹെൽത്തിയാണ്, നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കുക എന്നുള്ളത് കേട്ടോ. എന്ത് ഫ്രൂട്ടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മിനിമം ഒരെണ്ണമെങ്കിലും നമ്മൾ കഴിക്കണം. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ജിം റെഡി. അപ്പോൾ ഇതൊരു 750 3/4 ലിറ്റർ വെള്ളം വരുന്ന ഒരു ബോട്ടിലാണ്. രാവിലെ നമ്മൾ ആ ഡീറ്റോക്സ് ഡ്രിങ്ക് എടുത്തത് അതൊരു 1/2 ലിറ്റർ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു 750 മില്ലി. അപ്പോൾ രാവിലെ അതായത് ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അത്യാവശ്യം വാട്ടർ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഒരു ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജിമ്മിൽ പോയിട്ട് മസിലൊക്കെ ഉരുട്ടി കയറ്റിയിട്ട് വരാം. ഞാനേ ഈ വീട്ടിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരും തന്നെ ഇല്ലാന്ന്. അങ്ങനെയല്ല കേട്ടോ, രഞ്ജുണ്ട്. അവൻ രാവിലെ ജോലിക്ക് പോയി. അതല്ലാതെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവാറുള്ള നമ്മുടെ മക്കളും അമ്മയും അച്ഛനൊക്കെ നാട്ടിലാണ്. വെക്കേഷനായിട്ട് എല്ലാവരും കൂടെ നാട്ടിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ ആരുമില്ല എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈസെപ്സിനും ബാക്കിനും ആയിരുന്നു. കാർഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 2-3 ആപ്സിന്റെ വേരിയേഷൻ ചെയ്തിട്ട് അത് വേണ്ടാന്ന് വെച്ചു. താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഹോളി സെലിബ്രേഷൻ നടക്കുമായിരുന്നു കേട്ടോ. അതെനിക്കും കൂടെ സജസ്റ്റ് ചെയ്യണം. ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ പെൺപിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വക കിട്ടിയതാണ്. ഹോളി ആഘോഷമാണ് അത്ര. ഫുള്ള് കൈയൊക്കെ കണ്ടോ, പച്ച കളർ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇത് മുഖത്തൊക്കെ കഴുകിയാൽ പോകും, ഡ്രസ്സ് ചെയ്താൽ പോകുമെന്ന് അറിയത്തില്ല. എൻ്റെ നല്ലൊരു ടീഷർട്ടായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് ഇറങ്ങുമായിരുന്നെങ്കിൽ ഞാൻ ഇതിലിപ്പോൾ പിടത്തില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഹോളിയൊക്കെ അല്ലേ, അപ്പം സംഭവിച്ചു പോയി. പാൻ്റൊക്കെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം 12 മണി ഒരു ഹോളി ആഘോഷം കാരണം ഒത്തിരി സമയം പോയി. ഞാൻ രാവിലെ ഒരു 8:30-9 മണി ആയപ്പോഴും കണ്ടാണ് നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചത്. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്നൊരു സ്മൂത്തി ഉണ്ടാക്കാം. പിന്നെ ഉച്ചയ്ക്ക് രഞ്ജു ലഞ്ച് കഴിക്കാൻ വരും. അപ്പം ചപ്പാത്തി, എഗ് ബുർജി, കുറച്ച് സാലഡ്, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. അയ്യോ ഞാൻ മടുത്തിരിക്കും. എനിക്കൊരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ട്. പെട്ടെന്ന് നമുക്ക് സ്മൂത്തി അടിക്കാം. ഈ സ്മൂത്തിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നന്ദിനീൻ്റെ ഗുഡ് ലൈഫ് ടോൺഡ് മിൽക്കാണ് കേട്ടോ. 50 ml ഞാൻ പാലെടുത്തിട്ടുള്ളൂ. എനിക്ക് പാലിൻ്റെ ടേസ്റ്റ് എപ്പോഴും അങ്ങനെ പിടിക്കത്തില്ല. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. 200 ml ആയി.
ഓട്സ് നമുക്കൊരു 30 ഗ്രാംസ് മതിയാവും കേട്ടോ. രഞ്ജു ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആളിവിടെ ഉണ്ടാവും. ഒരു 30 ഗ്രാംസ് എടുക്കാം. ഓക്കെ, അപ്പോൾ 30 ഗ്രാം ഓട്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജിമ്മിൽ പോയി വന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് കൈ കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ. കുളിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. സാധാരണ അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട്. പക്ഷെ നല്ല വിശപ്പുണ്ട്. സ്മൂത്തി റെഡി. അപ്പോൾ ഇതിൽ ഓട്സ് ഉണ്ട്, ബനാന ഉണ്ട്, ടോണ്ട് മിൽക്ക് ഉണ്ട്, പിന്നെ 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഉണ്ട്, പിന്നെ എന്നതായിട്ടെ സിനമൺ പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കറുവപ്പട്ടേൻ്റെ പൊടി ഒരു പൊടിക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്നും ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ട് പിന്നെ ഇത് പീനട്ട് ബട്ടർ ഒരു 1/2 സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. സോ ഫുള്ളായിട്ട് ഇന്നപ്പം ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടർ നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പ്രീ വർക്കൗട്ട് മീലും എല്ലാം അടക്കം. അപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇതിൽ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടില്ല, ഹണി ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഓർ എനി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ കിട്ടുന്ന മധുരം എന്ന് പറയുന്നത് നമ്മുടെ ബനാനേൻ്റെ മധുരമാണ് കേട്ടോ. അത് തന്നെ ധാരാളമാണ്. നിങ്ങളിപ്പോൾ സ്മൂത്തിയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിച്ച് തുടങ്ങാം. പയ്യെ അതൊന്ന് ശീലമായതിന് ശേഷം അതും അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. ബനാനേൻ്റെ മധുരം തന്നെ ആവശ്യത്തിന് മധുരമാണത്. കുറച്ച് കമൻസാണ്, സ്മൂത്തി കഴിക്കുന്നത് ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണോ പിമ്പാണോ എന്നൊക്കെ. എനിക്കറിയാം കളിയാക്കുന്നതാണെന്ന്. പക്ഷേ ഒന്ന് കുടിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ധാരാളമാണ്. കാരണം ഇതിൽ ആവശ്യത്തിന് കാർബ്സ് ഉണ്ട്, അതായത് കോംപ്ലക്സ് കാർബ്സ്. നമ്മുടെ ഓട്സ് ഉണ്ട്, അത് തന്നെ നമുക്കിത് നല്ലൊരു എനർജി സോഴ്സാണ്. ആൻഡ് ബനാന ശരിക്കും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ വർക്കൗട്ട് മീലായിട്ടും എടുക്കാം കേട്ടോ. ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്തിനനുസരിച്ചായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് വൈകി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ പ്രീ വർക്കൗട്ട് മീൽ മാത്രമായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുകയല്ല. ഇത് തന്നെ കഴിച്ചിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ സ്മൂത്തി തന്നെയാണ് കഴിക്കുക. കഴിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു 12-12:30 ആവും. അപ്പോൾ ആ സമയത്ത് പിന്നെ നേരെ ലഞ്ച് കഴിക്കുക പതിവ്. അപ്പോൾ ലഞ്ചൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പം അമ്മയില്ല, അമ്മ നാട്ടിലുള്ളത്, അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇന്ന് ലഞ്ചിന് നമുക്ക് ചിക്കൻ എയർ ഫ്രൈ ചെയ്യാം. ചിക്കൻ എയർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പി നമ്മുടെ ഷോർട്സിലും റീൽസിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്ന നമുക്ക് അയ്യോ സമാധാനം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതെന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണ്ടേ. എന്നിട്ട് നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാം. ബായോ. ചിക്കൻ ഇങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ, ഫ്രീസ് ചെയ്തെടുത്തത്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് ഒരു 1/2 കിലോ ഉണ്ട്. ഇതിൽ ഞാനൊരു 100-150 ഇടയ്ക്ക് വെയിറ്റ് വരുന്ന ഒരു ചിക്കൻ പീസായിരിക്കും കഴിക്കുക. രഞ്ജു പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. പുള്ളിക്കല്ലേലും ചിക്കനൊന്നും അധികം താല്പര്യമുള്ള കാര്യമൊന്നും അല്ല. പിന്നെ ഞാൻ ഈ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാനായിട്ട് കഴിക്കുന്നതാണ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇതും കൂടെ എടുത്തു. ഇത് ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ. എനിക്കിനി വേണമെന്നില്ല, പക്ഷേ എങ്ങാനും ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ച് കഴിയുമ്പോഴേ എപ്പോഴും ഒരു സ്വീറ്റ് ക്രേവിങ്സ് തോന്നാറില്ലേ? അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തു. രഞ്ജു എന്തായാലും കഴിക്കും. അപ്പോൾ ഇച്ചിരി തണുപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചെടുത്ത് വെച്ചാൽ. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴേ എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് അധികം നേരം ഇപ്പോൾ വെക്കാൻ പറ്റില്ല, എന്തായാലും ഒരു അരമണിക്കൂർ വെക്കാനേ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ചിക്കൻ 138 ഗ്രാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഗ്ഗും ഒക്കെ ഉണ്ട്. അപ്പം 138 മതി. എനിക്ക് വേണ്ട പീസിൽ ഞാനിങ്ങനെ വര ഇട്ട് വെക്കും. രഞ്ജുവിന് വേണ്ടത് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കും. കാരണം അവനെ വലിയ പീസ് കഴിക്കുന്ന ഇഷ്ടമല്ല. ഇതിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ റീലിലും ഷോർട്സിലൊക്കെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നമ്മുടെ മല്ലിപ്പൊടി. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവർ എന്താണോ ഇഷ്ടം, വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഇച്ചിരി ഉപ്പിട്ട് വെച്ചാലും ടേസ്റ്റാണ്. ഗരം മസാല. കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടുത്തെ ഉപ്പ് എന്താ ഈ പിങ്ക് കളറിലിരിക്കുന്നതെന്ന്. ഇത് ശരിക്കും ഹിമാലയൻ സോൾട്ടാണ് കേട്ടോ. എനിക്കറിയാം ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് ഹിമാലയൻ സോൾട്ടാണ്, നല്ലതാണ്, കുറച്ചുകൂടെ ഒരു ബെറ്റർ ഹെൽത്തി ഓപ്ഷൻ. പെപ്പർ പൗഡർ ഒരു 1/2 നാരങ്ങേൻ്റെ നീരും കൂടെ നമുക്ക് ഇതിലൊഴിക്കാം കേട്ടോ.
ഈ ചിക്കൻ ബ്രസ്റ്റിന് ബാക്കി ചിക്കൻ പാർട്സിനെ കഴിഞ്ഞും കാലറീസ് കുറവാണ് കേട്ടോ. പ്രോട്ടീൻ നന്നായിട്ടുണ്ട്, കാലറി കുറവാണ്. പിന്നെ ഈ എല്ലാത്തിനും അങ്ങനെ കാലറി നോക്കി തന്നെ കാലറി നോക്കി കഴിക്കുന്നത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഓപ്ഷൻ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ വെയിങ് മെഷീൻ ഇല്ലേ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്, ഇത് 200 രൂപ 250 രൂപ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ കിട്ടും കേട്ടോ. ലിങ്ക് വേണേൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തന്നേക്കാം. പിന്നെ ഞാനിതിങ്ങനെ ഉറപ്പായിട്ടും അന്ന് പണ്ടൊക്കെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന സമയത്ത് കാലറി നന്നായിട്ട് നോക്കുമായിരുന്നു. കാരണം ഇല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല ഇതെന്തോരം നമ്മൾ കഴിക്കുന്നേ. ഇപ്പോൾ നമുക്കൊരു 1400 കാലറിയൊക്കെ വേണ്ട ഒരാളാണെങ്കിൽ എന്താ പറയുക, ഒരു സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരു 2000 കാലറി, നല്ലൊരു സദ്യയൊക്കെ ആണെങ്കിൽ 2000 കാലറിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെല്ലും വയറ്റിൽ. അതൊന്നും നമ്മളങ്ങനെ റിയലൈസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അത്രയ്ക്കൊരു അറിവുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കാലറി കൗണ്ട് ചെയ്യാം. നമുക്ക് പല ആപ്സ് ഉണ്ട്. ഹെൽത്തിഫൈമി എന്ന് പറയുന്നൊരു ആപ്പായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഇപ്പം ഒരു ചപ്പാത്തി എന്നതിൽ എൻട്രി ചെയ്യുമ്പോൾ ഒരു വീറ്റ് ചപ്പാത്തിക്ക് എത്ര കാലറി ഉണ്ടെന്ന് അത് കാണിക്കും. അപ്പോൾ നമുക്കൊരു ഏകദേശം കണക്ക് കിട്ടും. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു 138 ഗ്രാം ഉണ്ടായിരുന്നു അല്ലേ ചിക്കന്. ഒരു 140 ഗ്രാം ചിക്കൻ എന്ന് വെച്ചോ. അപ്പോൾ അതിൽ വരുന്ന കാലറി എന്ന് വരുന്ന ഒരു 150 ഗ്രാം കാലറിയെ നമുക്ക് വരുന്നുള്ളൂ. ആ ഒരു അത്രയും ചിക്കനിൽ നമുക്കൊരു 30 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഞാനപ്പം ഈ കാലറീസ് ഫുൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് ഡെയിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഞാനത് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ പറ്റും. നമുക്ക് പ്രോട്ടീൻ എപ്പോഴും നമ്മുടെ ഡയറ്റ് ഹൈ പ്രോട്ടീൻ ലോ കാർബ്സ് ഡയറ്റ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കണം. ഇല്ലെങ്കിൽ മസിൽ ലോസ് ഉണ്ടാവും, നമുക്ക് ഹെയർ ഫാളിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോട്ടീൻ കൂടുതലായിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ട് നമ്മുടെ പകുതി പ്രശ്നങ്ങളോടെ തീരും. നമുക്ക് എഗ്ഗ് എടുക്കാം, ചിക്കൻ എടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്നില്ല, ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയർ ഓപ്ഷൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം, നമുക്ക് പരിപ്പ്, കടല. നമ്മൾ യൂട്യൂബിൽ തന്നെ എന്തൊക്കെയാണ് പ്രോട്ടീൻ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഹെൽപ്പാകും, ഉറപ്പായിട്ട് ഹെൽപ്പാകും. ഈ ഉള്ളി അരിയുമ്പോൾ കരയാതിരിക്കാൻ എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്, പക്ഷേ ചെയ്തിരിക്കാൻ വേറെ നിവർത്തിയില്ല. ഞാനിപ്പം ഉള്ളി അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കാൻ പോവാണ്. ഒരു 2 ഫുൾ എഗ്ഗും ഒരു എഗ് വൈറ്റും മതിയോ? നമുക്ക് 2 പേർക്ക് ഉള്ളതല്ലേ. ആദ്യം മുട്ട ഉണ്ടോ നോക്കാം. കൃത്യം 3 മുട്ട ഇനിയുള്ളത്. ഇത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ, അല്ലാതെ റീയൂസ്ഡ് എണ്ണയല്ല. ഇതിൻ്റെ കളർ കാണുമ്പോൾ റീയൂസ്ഡാന്ന് വിചാരിക്കരുത്. ഇനി ഞാൻ എഗ് ബുർജി ഉണ്ടാക്കട്ടെ, ചപ്പാത്തി ഉണ്ടാക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും രഞ്ജു വരാൻ സാധ്യതയുണ്ട്. പിന്നെ എയർ ഫ്രയറിൽ നമുക്ക് ചിക്കൻ വെക്കാനുണ്ട്. താനെന്താ അടുത്ത നേരത്തെ വന്നേ? 1 മണി പോലും ആവുന്നില്ലല്ലോ. പിന്നെ താങ്ക് യു. അടച്ചു. ലഞ്ച് പോയി, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മുടെ പ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഞാനപ്പോൾ എടുക്കാൻ പോകുന്നത് ചുട് ഒരു ചപ്പാത്തിയാണ് കേട്ടോ.
ഒരു ചപ്പാത്തി. സാലഡ് ഇന്ന് ക്യാരറ്റൊന്നുമില്ല. ക്യാരറ്റ് ഉണ്ടായിരുന്ന ഒരു ക്യാരറ്റ് ഇതേ ഇരിക്കുന്നു, വാടിക്കരിഞ്ഞു പോയി. അപ്പം തക്കാളി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇഷ്ടം പോലെ വെജിറ്റബിൾസ് കഴിക്കണം കേട്ടോ. നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതി പ്ലേറ്റോളം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റി, അത്രയും നല്ലത്. മുട്ട അഗെയിൻ പ്രോട്ടീൻ സോഴ്സാണ്. ഞാൻ എന്തുകൊണ്ടോ ഒരു ചപ്പാത്തിയിൽ നിർത്തിയെന്ന് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് ഐറ്റംസ് വരാനുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു ചപ്പാത്തി, ഇത്രയും വെജിറ്റബിൾസ്, മുട്ടത്തോരൻ, ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പം ഈ ഒരു പ്ലേറ്റ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബ്സ് വരുന്ന ഒരു പ്ലേറ്റാണ്. ഇങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇപ്പോൾ ഫാറ്റിന് വേണമെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെ യോക്ക് ഉണ്ട്. സോ ഇതൊരു ബാലൻസ്ഡ് മീലാണ്. അതായത് ചോറ് കഴിക്കുന്നതിലും ബെറ്ററാണ് ചപ്പാത്തി കഴിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അതങ്ങനെയൊന്നും അല്ല. ഏകദേശം രണ്ടിലും ഓൾമോസ്റ്റ് ഒരേ കാലറീസാണ് വരുന്നത്. ഗ്ലൈസമിക് ഇൻഡെക്സ് ചോറിനെ കഴിഞ്ഞും ചപ്പാത്തിയിൽ കുറവായിരിക്കും. ആൻഡ് ഇപ്പോൾ നമ്മൾ ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റ് ആവാൻ കുറച്ചുകൂടി എളുപ്പം ചോറാണ്. അതുപോലെ തന്നെ ഒരു ക്വിക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചോറാണ്. അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ നല്ലതുകൊണ്ട് ചീത്തയുണ്ടെന്ന് പറയാം നമുക്ക്. സോ ഒരു വെയിറ്റ് ലോസിന് ഏതാണ് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിപ്പെൻസ്. ഒരു സ്ലൈറ്റ്ലി വളരെ ചെറിയ രീതിയിൽ ചപ്പാത്തിയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാം. അല്ലാതെ ഒരു വലിയ കമ്പാരിസൺ വെച്ച് ഇത് തന്നെയാണ് നല്ലത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്ര എടുത്തിട്ടുണ്ടായിരുന്നു? 138 ഗ്രാം എന്താണ്ടോ, ഓൾമോസ്റ്റ് 140 ഗ്രാംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 150 ഗ്രാംസ് 150 കാലറീസ് എന്ന് പറയുന്നത് അൺകുക്ക്ഡ് ആണ്. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ യോഗട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ കാലറി കുറച്ചുകൂടെ കൂടും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. എഗ് ബുർജി ഞാൻ വൈകുന്നേരം ഡിന്നറിന് എഗ് ബുർജിയും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ സംഭവം തീർന്നുപോയി. ഇനി മുട്ടയില്ലാന്ന് തോന്നി, ഫ്രിഡ്ജിൽ നോക്കിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പ്രോട്ടീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഫൈബർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്ലേറ്റിൽ എന്താ പ്രോട്ടീനും? എഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സസ് ആണ്. ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ആണ്. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ കാർബ്സിലേക്ക് പോകാൻ പാടുള്ളൂ. കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറോ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഏറ്റവും അവസാനമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അധികം കഴിക്കത്തുമില്ല, കാരണം ഈ പ്രോട്ടീനും ഫൈബറൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഫുള്ളായിട്ടും ഉണ്ടാവും. അപ്പം അതൊരു ടിപ്പാണ് കേട്ടോ. എന്നാൽ ഞാനത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് ജോലിക്ക് കയറണം. എൻ്റെ ജോലി എന്ന് പറയുന്നത് 2 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിലിരുന്നായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാരണം ഇച്ചിരി വൈകിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഞാൻ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫിഷ് ഓയിലുണ്ട്, പിന്നെ മൾട്ടി വിറ്റാമിൻ ഉണ്ട്, വിറ്റമിൻ ഡി എടുക്കാറുണ്ട്. വിറ്റമിൻ ഡി വന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുക. പിന്നെ അശ്വഗന്ധ എടുക്കാറുണ്ട്, അതെൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ കൂടിയ സമയത്ത് എടുത്തു തുടങ്ങിയത്. അപ്പം ഇതെല്ലാം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുന്നതാണ് കേട്ടോ. സോ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ഒരു 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആണായാലും പെണ്ണായാലും ഒക്കെ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. സമയം ഇപ്പം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വർക്കിന് കയറി. അപ്പം ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തലവേദന എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വരുന്നൊരു സംഭവമാണ്. ഞാൻ വേറെ എന്തെങ്കിലും സ്നാക്സിന് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ചായ ഇല്ലാതെ രക്ഷയില്ലാന്ന് തോന്നി. ഇതൊരു പാൽ ചായയാണ്, നോർമൽ പാൽ ചായ. മധുരം നമ്മൾ സാധാരണ ഇടുന്നത്ര ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഹാഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചായ കുടിക്കാം. ഇതിൻ്റെ കൂടെ വേറെ സ്നാക്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഹലോ, നമ്മുടെ ഡിന്നറിൻ്റെ സമയമാണ് കേട്ടോ. സമയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടന്നു പോയി. അതായത് ഇപ്പോൾ ഒരു 7:45 എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പം എനിക്ക് സമയത്തിന് ഇറങ്ങി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കിപ്പോൾ അതിനുള്ള ഒരു എനർജി ഒന്നും ഇല്ല. ഞാൻ കുറച്ച് തലവേദനയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് ഇപ്പം. സോ നമുക്ക് വളരെ ലൈറ്റായിട്ട്, അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ABC ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കൊരു വെറൈറ്റിക്ക് നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ ഹൈഡ്രേഷനും പിന്നെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാട്ടർ മെലൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ABC ജ്യൂസ് കഴിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ജിഞ്ചർ പിന്നെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാരങ്ങാ നീരൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് ഒരുപാട് നമ്മുടെ സ്കിൻ ഹെൽത്തിന്, നമ്മുടെ ഓവറോൾ ഹെൽത്തിന് എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ്. ഇത് മുഴുവൻ കൊള്ളില്ലെന്ന് തോന്നുന്നു. അത് കുറച്ച് തിരിച്ചെടുക്കാം.
നല്ല മധുരം. ഇത് ഞാനിതെല്ലാം കൂടി ഇതിൽ കൊള്ളാവുന്ന അത്ര ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്ര സംഭവങ്ങൾ ബാക്കിയാണ് കേട്ടോ. ഒരു അര ആപ്പിള് ആൻഡ് അര ക്യാരറ്റ് ബാക്കിയാണ്. ബീട്രൂട്ട് ഞാൻ ഫുൾ എടുത്തു. അപ്പം ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ഡൈജഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും, ബിക്കോസ് ഫൈബർ കണ്ടൻ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് ദെൻ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, കാരണം എന്താ വെച്ചാൽ ഇതൊരു ലോ കാലറി ജ്യൂസാണ്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ന്യൂട്രിപ്രോ. കുറേ പേര് എന്നോട് ബ്ലെൻഡറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്, കാരണം നമ്മൾ കുറേ സ്മൂത്തീസൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം ന്യൂട്രിപ്രോ എന്നാണ് കേട്ടോ ആ ബ്ലെൻഡറിൻ്റെ പേര്. അടിപൊളി സംഭവമാണ്. ഇത് ഒട്ടും അരിച്ചെടുക്കരുത് കേട്ടോ, ഒട്ടും ഫിൽട്ടർ ചെയ്യാൻ പാടില്ല. കുറേ പേര് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഫിൽട്ടർ ചെയ്ത് കഴിക്കുന്നു. ഒരിക്കലും ചെയ്യരുത്, കാരണം ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നഷ്ടപ്പെടും. ഇത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഒരു മുട്ട പുഴുങ്ങിയത്, ഇതിൻ്റെ എഗ് വൈറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഉണ്ണി മഞ്ഞക്കരു കഴിക്കുന്നില്ല. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആവുന്ന സാധനം എന്താ അറിയോ? ആ മുട്ടേൻ്റെ യോക്ക. കാരണം നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ എഗ് വൈറ്റ് കുറേ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഒത്തിരി വേസ്റ്റേജ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരാം. ഇത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ബെനഫിറ്റ്സ് കൂടുതൽ കിട്ടുക കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും വിശപ്പൊന്ന് കൺട്രോൾ ആവാനും പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന രീതിയിൽ ഇപ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ. സാധാരണ ഞാനിത് രാവിലെ കഴിക്കാറുണ്ട്, എന്നൊന്നുമല്ല, ഓർക്കുമ്പോഴൊക്കെ അങ്ങനെ. നല്ല സ്വീറ്റാണ്, കാരണം വാട്ടർമെലൺ അത്രയും സ്വീറ്റായിരുന്നു. ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരച്ചു കുടിക്കാന്ന് പറയുമ്പോൾ ചിലവർ അയ്യോ എന്ന് വിചാരിക്കില്ലേ. അങ്ങനെയുള്ളവർ കുറച്ച് വാട്ടർമെലൺ ആഡ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലെമണും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല, ഇഞ്ചി ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ കാണിച്ച 4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് കണക്ട് വിത്ത് മീ ഇൻ Instagram. So this is Ashwati Rajit signing out. Ta-ta.